അപ്പോൾ ഈ പുണ്യ ദിവസത്തിൽ പ്രതിഭാശാലികളായ നിങ്ങൾ ഓരോരുത്തരെയും വന്ദനം ചെയ്യുന്നതിൽ എനിക്കൊത്തിരി സന്തോഷം. അതുപോലെ തന്നെ കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. മലയാള സിനിമയുടെ ജനകീയ നായകൻ, പെൺകുട്ടികളുടെ രോമാഞ്ചം, ധ്യാൻ ശ്രീനിവാസൻ 4ാമത്തെ കഥയാണ്. കഥ എഴുതി വലിയ ആശംസ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ, അതുപോലെ ഈ സിനിമയുടെ പൂജാവേളയിൽ നിങ്ങൾ എല്ലാവരും എത്തിയതിൽ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി വിഷു. എന്തായാലും നല്ലൊരു ദിവസം. ഇന്ന് ബെന്നി എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇതേ എൻ്റെ പുതിയ പടം തുടങ്ങാൻ പോവാണ്, ചേച്ചി വരണം. അപ്പം ഞാൻ ചോദിച്ചു, ബെന്നി എനിക്ക് വേഷമുണ്ടോ? ഞാൻ വേഷമുള്ള പടത്തിൻ്റെ പൂജയ്ക്ക് പോകാറുള്ളൂ, ഇല്ലാത്ത പടത്തിൻ്റെ പൂജയ്ക്കൊന്നും ഞാൻ പോകാറില്ല. അപ്പം പറഞ്ഞു, ധ്യാനാണ് അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യമൊക്കെ എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പം ധ്യാൻ്റെ കയ്യിലാണ് സ്ക്രിപ്റ്റ്, ചേച്ചി ധ്യാൻ വരുമ്പോൾ നേരിട്ട് ചോദിച്ചാലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ധ്യാൻ എനിക്കറിയാം, ഞാനും ഒരു പടം ചീനാർമഫി എന്ന് പറഞ്ഞ പടം ധ്യാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ബെന്നി പറഞ്ഞ കാര്യം അങ്ങോട്ട് വിടുന്നു കേട്ടോ. ശക്തമായ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ സ്ത്രീകൾക്ക്, അല്ലേ? പെണ്ണുങ്ങൾക്ക് ശക്തമായ കഥാപാത്രങ്ങളൊക്കെ നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ എഴുതുമ്പോൾ ഒന്ന് മനസ്സിൽ കാണും, നല്ല അമ്മ റോളുകളൊക്കെ മനസ്സിൽ കാണും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പടം നല്ല പേരിട്ടിട്ടില്ല. ഈ പടം ഒരു വമ്പൻ ഹിറ്റായി മാറട്ടെ. നമ്മുടെ വിഷുനാളിൽ ഒരു പടം തുടങ്ങി, അത് നമ്മുടെ ധ്യാൻ്റെ പടം ഒരു സൂപ്പർ ഹിറ്റായിട്ട്, നിങ്ങൾ പറയുന്നത് ജനപ്രിയ നമ്മുടെ നായകൻ്റെ നമ്മുടെ ധ്യാൻ്റെ പടം സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഓൾ പ്ലസ് യു. താങ്ക് യു. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ധ്യാനേട്ടൻ ഈ പറയുന്ന പോലെ, ധ്യാനേട്ടൻ എന്നാണ് എന്താ വിളിക്കുന്നത്, ധ്യാൻ ബ്രോ ഇഷ്ടംപോലെ പടം കണ്ടിന്യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും ആലോചിക്കുന്നു, എന്താണ് ധ്യാൻ ശ്രീനിവാസൻ്റെ കൂടെ ഒരു പടം എന്നുള്ളത്. അതിൻ്റെ ഒരു ഉത്തരവാണ് ബാഡ് ബോയ്സ് ചെയ്തത്. പക്ഷെ നിങ്ങളുടെ ഒരു എൻ്റെ കഷ്ടകാലത്തിന് ബാഡ് ബോയ്സിൽ അതുവരെ എല്ലാ ഫുൾ ടൈമും എനിക്ക് ഡയലോഗും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. ഇങ്ങേര് വന്ന ദിവസം മുതൽ എനിക്ക് ഡയലോഗ് ഉണ്ടായിരുന്നില്ലേ. എന്നിട്ട് ഈ പുള്ളി എന്നെ കാണുമ്പോൾ നിനക്ക് ഡയലോഗ് ഇല്ലേന്ന് പറഞ്ഞ് കളിയായിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഈ പടത്തിൽ ഇങ്ങനെ തന്നെ എഴുതിയ സ്ക്രിപ്റ്റിൽ ഡയലോഗ് പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഊമയാണ് ഈ പടത്തില്, അത് പറഞ്ഞില്ല. ഇതിലും ഇല്ലെന്ന് തോന്നുന്നു ഭാഗ്യം. എന്തായാലും വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ഈ സിനിമ ഗംഭീരമാവട്ടെ, വലിയ ഒരു വിജയമാവട്ടെ. അതുപോലെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ട്രെയിലർ കണ്ടു, വലിയൊരു വിജയമാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്ന പടമാണ്. അതിന് ധ്യാൻ ബ്രോയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു. ചേട്ടാ, ഈ ഹൈറ്റ് വെച്ചിരിക്കുന്ന ക്യാമറയുടെ താഴെ നിന്നോളൂ. മുഴുവൻ കാശും കൊടുത്തിട്ടില്ല, സ്ക്രിപ്റ്റിംഗ് വാങ്ങിച്ചു. ക്യാമറ ഫുൾ സ്ക്രിപ്റ്റ്.